ഇന്ന് ഒരു വാർത്ത കേട്ടു. തിരുപ്പൂരിൽ ഒരു പെൺകുട്ടി 100 പവനും 70 ലക്ഷം രൂപയുടെ വോൾവോ കാറും കൊടുത്ത് വിവാഹം കഴിച്ചയക്കപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഭർത്തൃ പീഡനം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം കൂടുതൽ വേണം എന്ന് പറഞ്ഞ് കിട്ടിയത് കുറഞ്ഞുപോയി. ഏതോ ഒരു തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരിയുടെ മകളാണ്. അപ്പോൾ മദർ ഇൻ ലോയും ഈ പയ്യനും ചേർന്ന് കിട്ടിയ സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടിൽ പറഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട്. വീട്ടിൽ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പറഞ്ഞു അത്ര ഒന്ന് മോളെ സാരയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും, അങ്ങനെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ആ കുട്ടിയുടെ വിവാഹ ഫോട്ടോസൊക്കെ ഈ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതേപോലെ ഞാനൊരു റീല് ചെയ്തിരുന്നു. വീട് പണയം വെച്ചിട്ട് സ്വർണം വാങ്ങിച്ച് മകളെ വിവാഹം കഴിപ്പിച്ചയച്ച ആരൊക്കെയോ ഇപ്പം ജപ്തി ഭീഷണി നേരിടുന്നു എന്ന് പറഞ്ഞ് അവർ അലറിക്കരയുന്നു. ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അത് ബാങ്കിൻ്റെ എന്താ പറയുക, ഒരു ബാങ്ക് മാനേജറുടെ ഡ്യൂട്ടിയല്ലേ ആ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ പൈസ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജപ്തി നടപടികൾ നേരിടേണ്ടി വരില്ലേ? അതല്ലേ അതിൻ്റെ ഒരു രീതി അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർഭാടങ്ങൾ കുറച്ചാൽ പോരെ. അയൽവക്കത്തുകാരന് ഒരുപാട് പണമുള്ളത് കൊണ്ടായിരിക്കാം അയാളുടെ മകൾക്ക് കൂടുതൽ സ്വത്ത് കൊടുത്ത് കല്യാണം കഴിപ്പിക്കുകയോ സ്വർണം കൊടുത്ത് കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? നമ്മളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബാധ്യതയല്ലേ എടുത്തു വയ്ക്കാവുള്ളൂ. തോന്നുന്നില്ലേ? ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഇപ്പോൾ ഈ ന്യൂസ് കേട്ടപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ആൺമക്കളുടെ അമ്മമാരോട് ഞാൻ അന്നും പറഞ്ഞു കഴിഞ്ഞു, അത് അവരുടേതാണ്, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവരെ വേദനിപ്പിക്കരുതെന്ന്. പക്ഷേ നമ്മൾ കൊടുക്കാതിരുന്നാലോ? അങ്ങനെ ഒരു വിവാഹബന്ധം കിട്ടില്ലേ മക്കൾക്ക്? കാരണം ഇന്നത്തെ കാലത്ത് ഈ 100 പവൻ അവരിടാൻ പോകുന്നില്ല. അത് കൊണ്ടുപോയി അത് ലോക്കറിൽ വെക്കുകയുള്ളൂ. അത് കൊണ്ടുപോയി ബാങ്കിൽ വെറുതെ വെച്ച് തുരുമ്പിടിപ്പിച്ച് കളയുന്നതിന് പകരം എന്താണ് അവരുടെ ലൈഫിന് വേണ്ടത് എന്ന് നോക്കി മനസ്സിലാക്കി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ കണ്ട് ഒരു വീട് മാത്രമുള്ളവർ അത് പോയി പണയം വെച്ച് പിന്നെ അതിൻ്റെ ബാധ്യതകളും, കാരണം അച്ഛനൊക്കെ 10-60 വയസ്സായി കഴിഞ്ഞാണ് ഈ കുട്ടികൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ പിന്നെ അത് വീട്ടിയെടുക്കാനുള്ള ഒരു വഴി കണ്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് അതിന് പോകുന്നത്? പല പെൺകുട്ടികളും ചില സ്ഥലത്തൊക്കെ പെൺകുട്ടികൾ ഭയങ്കര അഡമൻ്റായിട്ട് നിന്ന് എനിക്ക് 100 പവൻ കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് കടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ എനിക്കറിയാം. വളരെ സാധാരണക്കാരായിട്ടുള്ള അച്ഛനും അമ്മയും അവർ വലിയൊരു പ്രോപ്പർട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്നത് മൊത്തം വിറ്റ് ആ കുട്ടിക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ടും പിന്നീടും വന്ന് ചോദിക്കുകയാണ്, എന്നെ ബ്രദേഴ്സ് നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അച്ഛൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ആ അച്ഛനെ ഇട്ട് കഷ്ടപ്പെടുത്തി അതും വിൽപത്രത്തിൽ എഴുതി വെച്ച പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് നെറ്റി ചുളിഞ്ഞിട്ട് കാര്യമില്ല, ഇവരെന്താണ് ഈ പറയുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപാട് ധനം കൊടുത്ത് പെൺകുട്ടികളെ അങ്ങോട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അവിടെയും ഒരു പുരുഷൻ അവരുടെ മകന് ജീവിതത്തിന് വേണ്ടിയല്ലേ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയുടെ ബാധ്യതയാണോ ഈ മകൻ അതിനു മുമ്പ് പഠിച്ച ചിലവും? ഇപ്പം സപ്പോസ് ഒരു BDS പഠിച്ചതാണെങ്കിൽ 10 ലക്ഷം ചിലവായിട്ടുണ്ട്, അത് ഞങ്ങളുടെ ബാങ്കിലോട്ട് ഇട്ട് തരണം എന്ന് പറഞ്ഞ് ചില അച്ഛനമ്മമാരെ എനിക്കറിയാം. അവരത് എന്നിട്ട് ഈ പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങിയതായിട്ട്. ഇതെന്താണ് ഈ നടക്കുന്നത്? എന്തിനാണ് അങ്ങനെയുള്ള കല്യാണങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നത്? ഇവിടെയും എനിക്കും മകളാണുള്ളത്. പക്ഷെ അവൾക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് ശഠിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നതെന്ന് പിന്നീട് എനിക്കും ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നും, ദൈവമേ, കല്യാണം കഴിക്കുന്നതിലും ഭേദം ഇതെല്ലാം കേൾക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധിക്കേണ്ടെന്ന് വരെ എനിക്ക് തോന്നിപ്പോകുന്നു. എന്തിനാണ് ആ കൊച്ചിന് അങ്ങനെ തോന്നുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്താൽ പറയില്ല. എന്നാൽ അങ്ങനെ അഫെയർ അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ലവ് മാരേജ് ആണെങ്കിൽ സമ്മതിക്കും. പക്ഷെ കല്യാണമേ വേണ്ട എന്ന് പറയുന്ന
ഒരു അവസ്ഥയിലാണ് ഈ കുട്ടിയൊക്കെ വന്ന് വിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ന്യൂസുകളാണ് അതിന് പിന്നിൽ നിന്നാണ് എനിക്ക് വളരെയധികം വേദനയോടെയാണ് ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ഞാനും ആ സ്ത്രീധനം ചോദിക്കപ്പെട്ട് വിവാഹം കഴിച്ച ഒരു അവസ്ഥയിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്നുള്ളത് എൻ്റെ പഠിപ്പ് കൊണ്ട്, എൻ്റെ ആ നിയമപരിജ്ഞാനം കൊണ്ട് ഞാനത് വളരെ ടാക്റ്റ്ഫുള്ളിയാണ് ഞാനത് കൈകാര്യം ചെയ്തത്. എന്നോടും ഒരുപാട് ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ എനിക്കും അവിടെ നിന്നൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലം ചൂസ് ചെയ്ത് അവിടെ കഷ്ടപ്പെട്ട് നമുക്കുള്ളതിൽ ഒതുങ്ങി കഴിയാൻ പഠിച്ചു. ആ തിക്താനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്, എത്ര നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മമാരും തന്നാലും അത് നമ്മൾ കാത്തുരക്ഷിക്കാൻ പ്രാപ്തയായിട്ടുള്ള പെൺകുട്ടികളല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ എനിക്ക് DM വന്ന് ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി ഒരു വഴി പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തുറന്ന് സംസാരിക്കൂ. തുറന്ന് സംസാരിക്കുമ്പോൾ അവരോട് എന്തെങ്കിലും കയർത്ത് സംസാരിച്ചാൽ, മദർ ഇൻ ലോയോട് കയർത്ത് സംസാരിച്ചാൽ ഹസ്ബൻഡ് കുറച്ചങ്ങോട്ട് മാറി നിൽക്കും. നീ ആയി നിൻ്റെ പാടെ. കാരണം അദ്ദേഹത്തിന് ഹസ്ബൻഡ് മനസ്സിലാകുന്നുണ്ട് അമ്മ ചെയ്യുന്നത് ശരിയല്ലെന്ന്. പക്ഷെ പറയാൻ ധൈര്യമില്ല. അമ്മ എന്ത് ചെയ്യും, ഇമോഷണൽ കാർഡ് ഇറക്കും. എടാ, നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അമ്മയെ വലിയ കാര്യമായിരുന്നു, അങ്ങനെ പറയും. മനസ്സിലായോ? മറ്റേ പെൺകുട്ടികളോടാണെങ്കിൽ ഞാൻ നിൻ്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഒരു അമ്മായിയമ്മ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ മക്കൾ സറണ്ടർ ചെയ്യൂലേ, ദൈവമേ എങ്ങനെ വല്ലതും ചെയ്താലോ എന്നോർത്ത്. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, നിയമത്തെ നമുക്ക് നേരിടാം, അതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഇമോഷണൽ ഡ്രാമാസ് എത്ര നാൾ ഒരു മനുഷ്യനെ, നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസിനെയാണെന്ന് തോന്നുന്നു ഇത്രയധികം ഡ്രെയിൻ ചെയ്യുന്നത്, ഈ ബന്ധനമാകുന്നത് എന്തിനാണിത്? ഈ ആഡംബരം കാണിക്കാനുള്ള വ്യഗ്രത എന്താണ്? അതായത് ഇപ്പോൾ ഒരു മരുമകൾ 100 പവനുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് ശഠിക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. എവിടെ നിന്ന് കൊടുക്കും? ആ അച്ഛൻ, റിട്ടയർ ചെയ്ത് വന്ന അച്ഛൻ നിസ്സഹായരായിട്ട് അവർ പോയി മറ്റുള്ളവരോട് കെഞ്ചേണ്ടി വന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് സ്ത്രീകളെ ഇങ്ങനെ ഇത്രയും അത്യാഗ്രഹം നിങ്ങൾക്ക്? ഞാനും ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ കാഴ്ചകൾ കണ്ടതിൽ നിന്നും എനിക്ക് ആ ഒരു വർഗത്തിനോട് എനിക്ക് അവജ്ഞയായി തുടങ്ങി. ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീവർഗത്തിനെ എനിക്ക് ഭയങ്കര ദേഷ്യമായി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയ ആഗ്രഹങ്ങൾ പോലും നമ്മൾ നടത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സ്ത്രീധനം എന്ന പേരിൽ തരുന്ന, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന പേരിൽ തരുന്ന പണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യത്തിന് ചിലവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിലുണ്ടാവില്ല. ഞാനൊരു മണ്ണെണ്ണ സ്റ്റൗ കൊണ്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. എൻ്റെ വിവാഹത്തിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല LLB ഡിഗ്രി ഉണ്ട്. ആ സമയത്ത് വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട്. എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എത്ര എടുത്താൽ പൊങ്ങാത്ത കടമുണ്ടായിരുന്നെന്ന് അറിയോ. അവർക്ക് പിന്നെ അത് വീട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടാന്ന് പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നേരിട്ടത് ആ സമയത്ത് മനസ്സിലായില്ല ഇത് സ്ത്രീധനമാണ് ചോദിക്കുന്നതെന്ന്. പയ്യന് ജോലിയില്ല, അപ്പം ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ ആ പയ്യൻ്റെ കയ്യിലൊന്നുമില്ല എന്നുള്ള മട്ടിലായിരുന്നു കല്യാണം കഴിക്കാൻ ഒരു ഹെൽപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി, നമുക്ക് തരുന്ന ഗോൾഡ് ഇത്രയൊന്നും വേണ്ട, അതൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പഴയ കഥ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ മൈ സ്റ്റോറിയിൽ പോയി നോക്കൂ. അപ്പോൾ അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. ആ സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് സാഹചര്യം എല്ലാവരുടെയും മാറി. എല്ലാവർക്കും അത്യാവശ്യത്തിന് പണവും പിന്നെ കാറും വീടും എല്ലാം ഉള്ളവരാണ്. മറ്റുള്ളവരുടെ ബാങ്കിൽ കിടക്കുന്ന പണം എടുത്ത് എൻ്റെ മകൾക്ക്, അത് മനസ്സിലായോ, എൻ്റെ മകൻ കൊണ്ടുവരുന്ന ഭാര്യയുടെ സ്വർണമോ കാറോ പണമോ എടുത്ത് എൻ്റെ മകൾക്ക് കൊടുക്കരുത്. ആ മകൾക്ക് മറ്റേ കൊച്ചിനെ വേദനിപ്പിച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് കൊടുക്കുവോ? പിന്നെ ഞാൻ ഈയിടെ വേറൊരു കഥയും കേട്ടു.
അതായത് ഒരു അച്ഛൻ്റെ വീതം കിട്ടിയത്രേ ഒരാൾക്ക്, ഒരു കൂട്ടർക്ക്. അച്ഛൻ അവർ മുസ്ലിംസ് ആണെന്നാണോ. അപ്പോൾ അവർ ഉപ്പ മരിച്ചു പോയതിന് ശേഷമാണ് ആ വീതം കിട്ടുന്നത്. അപ്പം എപ്പോഴും ആൺകുട്ടികൾക്ക് കൂടുതൽ വീതമാണല്ലോ അവരുടെ ഇതിൽ. ആ കൂടുതൽ വീതം കിട്ടി. പിന്നെ സിസ്റ്ററും ഉണ്ട്, സിസ്റ്റർ കല്യാണം കഴിച്ചതാ, ഉമ്മയുണ്ട്. പക്ഷേ ആ കൂടുതൽ വീതം കിട്ടിയ വസ്തുവിൽ ഈ പയ്യൻ വീട് വെച്ചതിന് ശേഷം അവർ റെഡിയല്ല, ഉമ്മയും സിസ്റ്ററും ഇത് പയ്യനെ എഴുതി കൊടുക്കാനായിട്ട്. അതെന്ത് മര്യാദയാണെന്നാണ് ആലോചിക്കുന്നത്. അയാൾ വീട് വെച്ചു, അയാളുടെ സ്വത്ത് അയാളുടെ ആണല്ലോ ഭൂരിഭാഗം. അപ്പോൾ അയാളുടെ പൈസ എടുത്ത് അയാൾ വീട് വെച്ചു അത്ര. എന്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഉമ്മയ്ക്ക് പേടിയായിരിക്കും ഇറക്കി വിടുമെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഉമ്മയുടെ പോർഷൻ എത്ര രൂപയാണെന്ന് വെച്ചാൽ ഉമ്മയുടെ പേരിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ഉമ്മ താമസിക്കട്ടെ. ഏത് ആൺമക്കൾ ആണ് ഉമ്മമാരെയൊക്കെ പുറത്താക്കാവൂ. ഇന്നത്തെ കാലത്ത് പിള്ളേരൊന്നും അങ്ങനെ ചെയ്യില്ല. നല്ലതാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് തിരുത്തുകയും വേണം. ഒരിക്കലും അമ്മയും അച്ഛനെയും എന്താ പറയുക, തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് ഒരു മണിമാളികയിലിരുന്നാലും ഒരു മക്കളും ഗുണം പിടിക്കില്ല. കാര്യം അവരുടെ എന്ത് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള പണം ചെലവാക്കാനായിട്ട് ഒരു മക്കളും മടിക്കരുത് കേട്ടോ. പറഞ്ഞു വന്നത് മാറിപ്പോയി. അപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു മരുമകളല്ലേ, എന്നാലും ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും നോക്കണം എന്ന് തന്നെയാണ്. കാരണം അത് എൻ്റെ ബ്രോട്ടപ്പിൻ്റെ ഭാഗമാണ്. അതേപോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബ്രിങ്ങപ്പ് ചെയ്യണം. ആൺമക്കളെ, നിങ്ങളുടെ മക്കൾ ഒരിക്കലും അപ്പോൾ നിങ്ങളെ എന്താ പറയുക, തള്ളിക്കളയില്ല ഒരിക്കലും. അപ്പോൾ അത്രയും വിശ്വാസവും വേണം നിങ്ങളുടെ മക്കളുടെ മേലിൽ. മനസ്സിലായോ? എൻ്റെ അച്ഛന് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ ബ്രദറിന്. ഞാൻ എപ്പോഴും പറയാറില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുപോലെയാണ് അച്ഛൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കണം തലമുറകൾ വന്നു വരുന്നത്. അല്ലാതെ എല്ലാത്തിനും എടുത്തതിനും പിടിച്ചതിനും ശങ്ക, നമ്മളെ പറ്റിക്കൂ, അവർ നമ്മളെ പറ്റിക്കൂ, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങളില്ലാതെയാകും. അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒരു വോയിസ് നോട്ട് കേട്ടിട്ട് ഞാൻ അപ്പം തന്നെ വന്ന് വീഡിയോ ചെയ്യാണ്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സങ്കടം. അയ്യോ, എന്തൊരു കഷ്ടമായിപ്പോയി ഈശ്വര. ഇവരിങ്ങനെയാണോ ചെയ്യേണ്ടത്? ദൈവമേ, ആ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നുപോയി. അതിൽ തെറ്റില്ല. ഏതൊരു അമ്മയ്ക്കും അങ്ങനെ അത് കേൾക്കുമ്പോൾ തോന്നിപ്പോൾ അവരെന്തിനാണ് ആ വോയിസ് നോട്ട് ഇങ്ങനെ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും മാധ്യമപ്രവർത്തകർക്ക്. അപ്പോൾ ഈ തരത്തിലുള്ള ആ 100 പവനും ആ 70 ലക്ഷം രൂപയുടെ കാറും എന്ന് പറയാൻ തന്നെ അവരെത്ര ജോലി ചെയ്തിട്ടുണ്ടാകും. ആ ബിസിനസ്സുകാരനാണ്, എന്തോ തുണിമില്ലാണെന്ന് തോന്നുന്നു. എത്ര അവർക്ക് ഒരു കുട്ടി, അത് എന്താ അതിന് പറയാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇല്ലാതാക്കിയാൽ പോരെ. ഈ ആൺമക്കളെ നിങ്ങൾ അത് പറഞ്ഞ് പഠിപ്പിക്കാതിരുന്നാൽ പോരെ. നിനക്ക് കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? അതെന്തിനാണ് അത് കേട്ട് ഈ ആൺകുട്ടികൾ വശം കെടുന്നത്? എന്നെ കേൾക്കുന്ന ആൺമക്കളുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം കാലിൽ നിന്നിട്ട് നിങ്ങൾ നേടും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിലൊക്കെ ആയി വന്നാൽ പോലും പണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഒരു ഈഗോ ആയിട്ട് നിങ്ങളിൽ കിടക്കും. അതായത് ഞാൻ അന്ന് ഇങ്ങനെ എൻ്റെ ഭാര്യയെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാര്യ നല്ല നിലയിലായിട്ടുണ്ടാവും. ഭാര്യ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ പഠിച്ച കുട്ടിയൊക്കെ ആണെങ്കിൽ ജോലി ചെയ്ത് അവളും സമ്പാദിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പതുക്കെ 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 അങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ജീവിതം കൊണ്ടുപോകൂ. അല്ലാതെ അമ്മയും അച്ഛനും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണെങ്കിൽ അവരെ പറഞ്ഞു തിരുത്താനായിട്ട് ഉള്ള ഒരു വിവേകം ആൺമക്കൾക്ക് ഉണ്ടാകണം. എല്ലാ ആൺമക്കളും ഒരു വിവേകം ആർജിക്കേണ്ടതാണ് കേട്ടോ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വിവേകം അച്ഛനും അമ്മമാർ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇല്ലാതായി പോണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ ആൺമക്കളുള്ള അച്ഛനും അമ്മമാർ. അപ്പോൾ അവർ ആൺമക്കളോട് ഇരുന്ന് സംസാരിക്കണം കേട്ടോ. ഈ കുട്ടിക്ക് ആരെങ്കിലും സ്വർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് നടന്നോട്ടെ. എന്തെങ്കിലും ഒരു പക്വത വരുമ്പോൾ അവർ തന്നെ തീരുമാനിച്ച് അതെടുത്ത് വീട് വെക്കുകയോ ഫ്ലാറ്റ് മേടിക്കുകയോ അതൊക്കെ ചെയ്യാം. അല്ലാതെ അതിന് മുമ്പ് നിൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടി, ആഹാരം പോലും കൊടുക്കാതെ ഇട്ട അവസ്ഥകളൊക്കെ നമ്മൾ വായിച്ചില്ലേ. ദൈവമേ, എനിക്ക് പറയണമെന്നുണ്ട് വേറെയും ചില കാര്യങ്ങൾ. പക്ഷേ ഇനി അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാനും കടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ. ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ്. അതാണ് ആ ഫീലിംഗ് വന്നതേ. ഇങ്ങനത്തെ ആളുകൾ ഭൂമിയിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഒരു കുഞ്ഞല്ലേ അത്, അതിനെ വളർത്തിയ ആ അച്ഛനെയും ആ വേദന. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ
പെൺകുട്ടികളില്ലേ, ആ കുട്ടികൾക്കൊരു വേദന വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ചീറ്റപ്പുലിയാവുമല്ലോ ഈ പറഞ്ഞ ആൺമക്കളുടെ അമ്മമാർ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു വേറൊരു പെൺകുട്ടിയെ അങ്ങനെ കൊച്ചാക്കാനും അല്ലെങ്കിൽ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറയാനും ഒക്കെ? എനിക്ക് അങ്ങനെയുള്ള സ്ത്രീകളെ ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ അവരോട് പൊറുക്കില്ല അല്ലേ? ഇപ്പം ഇനിയിപ്പോൾ കേസും കൂട്ടമായിട്ട് നടക്കാം ആ അമ്മയ്ക്കും മക്കൾക്കും അല്ലേ? ജയിലിൽ കിടക്കേണ്ടി വരും. അതത്ര നിസാര ഇതൊന്നും അല്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം 498A അവർ വെക്കും. പിന്നെ അതും കൂടാതെ മരണവും വിട്ടില്ലേ, അതിൻ്റെയും കൂടെ സെക്ഷൻസ് അതിൽ ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പം നിസ്സാര പണിയായിരിക്കില്ല അതിൽ നിന്ന് ഊരി പോരാനായിട്ട്. പക്ഷെ ആ കുട്ടിയെ കിട്ടില്ലല്ലോ. എന്തൊരു മനോഹരിയായ ഒരു കുഞ്ഞ് ദൈവമേ, വളരെ ചെറുപ്പമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതിന് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ഇനിയിപ്പോൾ മേടിച്ചു കൊടുക്കുന്നവരോടും സർക്കാർ ചോദിക്കേണ്ടതാണ്. നിങ്ങൾ എന്തിനാണ് മേടിച്ചു കൊടുത്തതെന്ന്. ഈ അച്ഛനമ്മമാരെയും, അതായത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അച്ഛനമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ കൊടുക്കണം. എന്നാലേ ഈ ഇത് നിൽക്കുകയുള്ളൂ. ഈ സ്വർണത്തിന് വേണ്ടിയിട്ടോ, അല്ല സ്വർണ്ണമായിരിക്കില്ല, അവർക്ക് പൈസ ആയിരിക്കും വേണ്ടിയിരുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ സ്വർണം കുട്ടിയുടെ കയ്യിലിരിക്കും, കാറും അവർ ഓടിച്ചുകൊണ്ട് നടക്കും. അപ്പം അച്ഛനും അമ്മയ്ക്കും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, അതായിരിക്കും കാരണം. ഏതോ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചതിന് വരെ അവർ കണക്ക് പറഞ്ഞു എന്ന്. കാരണം ഈ സ്ത്രീധനമൊന്നും ഇല്ലാതെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ മേടിച്ചു തന്നില്ലേ, ചിക്കൻ മേടിച്ചു തന്നില്ലേ എന്നൊക്കെ കണക്ക് പറഞ്ഞു എന്നാണ് പറയണത്. ഹസ്ബൻഡ് ദൂരത്തെവിടെയോ, ഗൾഫിലെവിടെയാണ് ജോലി ചെയ്യുന്നത്. മദറിൻലോയുടെ കൂടെ നിർത്തിയിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മദറിൻലോയും ഈ കുട്ടിയായിട്ട് എന്തോ കാര്യത്തിന് പിണങ്ങി. അപ്പോൾ അവർ വിളിച്ചു പറയുകയാണത്ര, നീ ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ലേ. ആലോചിച്ച് നോക്ക്, അവർക്കും അതേ വയസ്സുള്ള പെൺമക്കളൊക്കെ ഉള്ളവരാണ് ഈ പറയുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലൊരു 10-25 വയസ്സ് വരെ കുട്ടികളെയൊക്കെ നന്നായി വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? എനിക്ക് വല്ലാത്തൊരു വേദനയായിപ്പോയി അത്. ഞാൻ ഒരുപാട് കേസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസും ഇങ്ങനെ പൈസ കൊണ്ടുപോവാ എന്ന് പറയുന്ന ഈ ആൺമക്കളുടെ ഈ കേസുകൾ ഞാൻ എടുക്കാറില്ല കേട്ടോ. ഞാൻ അവിടെ ഉള്ള സമയത്ത് പോലും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടേ ഞാൻ കേസ് എടുക്കാറുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ്. കാരണം വീക്കാണ് അവർ, നന്നായിട്ട് വീക്കാണ്. ചില സ്ഥലങ്ങളിൽ ആണുങ്ങളുടെ ഞാൻ എടുത്ത് അവരെ കൂട്ടി ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകും, അത് ആ ആൺകുട്ടി എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കേസ് എടുക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെയല്ലേ നമുക്ക് അറിയാൻ പറ്റും. ഒരു ലാലച്ചി എന്ന് പറയുന്ന ഒരു പദമില്ലേ ഹിന്ദിയിൽ, അതായത് അത്യാഗ്രഹം, അത് നമുക്ക് മനസ്സിലാകും. ഇതേപോലെ തന്നെ ഈ ചടങ്ങുകളുടെ കാര്യവും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചടങ്ങുകൾ പറയുമ്പോൾ തന്നെ ചങ്കുറ്റത്തോടുകൂടി പറയും, ഞങ്ങൾ ഈ ചടങ്ങുകളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അവർ പറയും ചിലപ്പോൾ ഞങ്ങൾ മാറുകയാണെന്ന് പറയും. മാറിക്കോ. കാരണം എന്താണെന്നറിയോ, ആ സമയത്ത് ഈ പയ്യന്മാരൊന്നും അത്ര അങ്ങോട്ട് ഇതായിട്ടില്ലെങ്കിൽ ആ കല്യാണം ഈ ഒരു 2 പവന് വേണ്ടിയിട്ട് മാറിപ്പോണ്ടല്ലോ എന്ന് ഓർത്താണ് ഈ ആളുകൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ കല്യാണത്തിന് ശേഷം ഈ മകൻ നല്ല മിടുക്കനാണെങ്കിൽ പറയണം, അമ്മ ആ വളകൾ ഇങ്ങോട്ട് തന്നേരും, അത് കുട്ടിയുടെ അല്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് മേടിച്ചു കൊടുക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. ഓരോ ആൺകുട്ടികളും അങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്. അല്ലെങ്കിൽ ആ അമ്മ, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഗ്രേസ്ഫുള്ളി അതൊന്നും വേണ്ട, തന്നെങ്കിൽ തന്നെ അത് തിരിച്ചിതാ മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. ഒന്ന് നിങ്ങൾ മാറാൻ നോക്കുക. എന്നെ കേൾക്കുന്ന ആൾക്കാർ ദൈവത്തെ ഓർത്ത് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ ഇങ്ങനെ ബലിയാടാക്കുകയാണ് അവരുടെ ജീവിതം അല്ലേ? അവരെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. പെട്ടെന്നുള്ള ഒരു വിക്ഷോഭത്താൽ ഞാൻ വന്ന് ചെയ്ത വീഡിയോ ആണ്. എന്താണ് പറഞ്ഞതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത്രയും ഞാൻ വിഷമിച്ചു പോയി ആ ന്യൂസ് കേട്ടപ്പോൾ. വല്ലാത്തൊരു ഇതായിപ്പോയി അല്ലേ? ശരിയെന്നാൽ നാളെ കാണാം.